ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ മനോഹർ പറയുന്നുണ്ട് ക്രിസ്റ്റി എടുത്ത്, നീ വിചാരിക്കുന്ന പോലെയല്ല, കിരണിനെയും കരണിനെ വേർപെടുത്താൻ വളരെ പ്രയാസമാണ്. എടാ, നീ എന്നെ സഹായിച്ചാൽ മാത്രം മതി ഈ കാര്യത്തിൽ. അവരൊരു 3 മാസത്തിനുള്ളിൽ ഞാൻ വേർപെടുത്തിയിരിക്കും എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, എങ്കിൽ നിനക്ക് എല്ലാ സപ്പോർട്ടായിട്ടും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം കൈ കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയും അതുപോലെ തന്നെ കാർത്തികേനെയും പ്രകാശനും കൂടിയിട്ട് ആ പുതിയതായിട്ട് മേടിച്ചിരിക്കുന്ന ബിൽഡിങ്ങിലേക്ക്, അതായത് കൺസ്ട്രക്ഷൻ്റെ ബിൽഡിങ്ങിലേക്ക് വരുവാണ്. അതൊരു കുറച്ച് പഴയ ബിൽഡിംഗ് ആണ്, ഒരാളൊഴിഞ്ഞ സ്ഥലത്തെ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, അച്ഛാ ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്താൻ പറയാണ്. അങ്ങനെ പ്രകാശം വണ്ടി നിർത്തുമ്പോഴേക്കും എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ദേ നോക്കിക്കേ, ഇതാണ് നമ്മുടെ പുതിയ കമ്പനി എന്ന് പറയാണ്. വിക്രമേ, ശരിക്കും നോക്ക്, ഇനി ഈ കമ്പനി ഭരിക്കേണ്ടത് നീയാണ്. നമ്മൾ കൺസ്ട്രക്ഷനിൽ വളരെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കണം. നമുക്കതിന് കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ പ്രകാശ് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനും മോളെ, ഇവന് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട്, നല്ല കൂട്ടുകാർ. അപ്പോൾ ഇവൻ ക്യാൻവാസ് ചെയ്ത് പിടിച്ചോളും പോലെ കസ്റ്റമേഴ്സിന് എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അയ്യോ അച്ഛാ, അങ്ങനെയൊന്നും നമുക്ക് കസ്റ്റമേഴ്സിനും ബിസിനസ്സൊന്നും പിടിക്കാൻ പറ്റില്ല. അതിനെ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പണം അറിഞ്ഞാൽ മാത്രമേ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പണമൊക്കെ ഞാൻ അറിഞ്ഞോളാം. വിക്രം ഇതിനു വേണ്ടി മുൻകൈ എടുത്താൽ മാത്രം മതി. വാ രണ്ടുപേരും എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് പ്രകാശൻ വിക്രത്തോട് പറയണ്ടേ, എടാ മോനെ കണ്ടോടാ, നോക്ക്, നീ ഇനി ഭരിക്കേണ്ട പുതിയ ഓഫീസാണിതെന്നൊക്കെ പറയാണ്. എന്താ അച്ഛനും മോനോട് സംസാരിച്ചിരിക്കുന്നത്? ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് കയറുവാട്ടോ. കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ MDയുടെ റൂമിലേക്കാണ് കാർത്തിക അവരെ കൊണ്ടുപോകുന്നത്. ഇതാണ് ഇനി മുതൽ വിക്രത്തിന്റെ മുറി, MDയുടെ മുറി എന്ന് പറയാണ്. അതിനുശേഷം വിക്രത്തോട് പറയണ്ടേ, വിക്രമേ നീ അവിടെ കയറി ഇരിക്കുക എന്ന് പറയുമ്പോഴേക്കും വിക്രം ചാടി കയറി ഇരിക്കാൻ പോകുമ്പോൾ പ്രകാശൻ കയ്യിലേക്ക് പിടിക്കുക കേട്ടോ. ഇപ്പം ഇരിക്കല്ലേ എന്ന രീതിയിൽ പിടിക്കുകയാണ്. അയ്യോ, ഞാൻ ഇരിക്കാൻ പോകണമെന്നില്ല, ഞാനേ കസേരയിൽ കുറേ നാൾ അടച്ചുപൂട്ട കമ്പനിയല്ലേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് തൂത്താൻ വേണ്ടി പോയതാണ്. ചേച്ചി ഇരിക്കുക, ചേച്ചി ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കാം എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പ്രകാശനോട് പറയണ്ടേ, അച്ഛാ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ ഇവ ഫെയിൽഡായി പോയല്ലോ എന്ന് പറയണം. എടാ, MD ആകുമ്പോഴേക്കും കുറച്ച് ധൈര്യമൊക്കെ വേണം, എന്തും നല്ല കരുത്തോടെ നേരിടണം. നീ MD കസേരയിലിരിക്കുക എന്ന് പറയുമ്പോൾ, അയ്യോ ചേച്ചി, എനിക്ക് ധൈര്യത്തിന് കുറവൊന്നും ഉണ്ടായിട്ടല്ല, ചേച്ചി ഇരിക്കട്ടെ ചേച്ചി പറഞ്ഞതാണ്, അല്ലാതെ എനിക്കെന്താ കുഴപ്പം, ഞാൻ ഇരിക്കാം എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, അച്ഛാ ഞാൻ മുഹൂർത്തമൊക്കെ കുറിച്ചിട്ടുണ്ട്, ഇത് നല്ല മുഹൂർത്തമാണ്, വിക്രത്തിന് MD ആക്കാൻ പറ്റിയ നല്ല മുഹൂർത്തമാണ്, നീ ആ കസേരയിലൊന്നും ഇരിക്കട വിക്രമേ എന്ന് പറയാണ്. അങ്ങനെ വിക്രം ചാടിക്കേറി ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും കാർത്തിക പ്രകാശനോട് പറയണ്ട്, അച്ഛാ അവൻ്റെ ഇരിപ്പൊന്ന് നോക്കിയേ, ശരിക്കും ഒരു രാജാവ് ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ. അതേ മോളെ, ശരിക്കും അതുപോലെ തന്നെ ഉണ്ട്, ഞാൻ മോളോട് അത് പറയാൻ വരുമായിരുന്നു എന്ന് പറയുമ്പോൾ കാർത്തിക പുച്ഛത്തോടു കൂടി ചിരിക്കുക കേട്ടോ. അതിനുശേഷം കാർത്തിക പെട്ടെന്ന് തന്നെ ഒരു നെയിം ബോർഡ് എടുത്തിട്ട് വിക്രത്തിന് മുമ്പിലേക്ക് വെക്കുവാണ്. വിക്രമാദിത്യൻ MD എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് എടുത്ത് മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, അതെ അച്ഛാ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോ എന്ന് പറയുമ്പോൾ, അതെ അതെ മോനെ, നന്നായിട്ടൊന്ന് ഇരുന്നേടാ എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പൊക്കെ തുറന്ന് വെക്കുവാട്ടോ വിക്രത്തിന് മുമ്പിൽ. വിക്രം ലാപ്ടോപ്പിലൊക്കെ എന്തോ ചെയ്യണ പോലത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പ്രകാശനും കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുവാണ്. കാർത്തിക പറയുന്നുണ്ട്, ഇനി അച്ഛൻ ഒരുപാട് വേദനിപ്പിച്ച പെൺമക്കളുണ്ടല്ലോ, അവർക്ക് മാത്രമല്ല അച്ഛൻ എല്ലാവർക്കും ഈ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ, മോളെ ഞാൻ അത് ഇപ്പം തന്നെ അയച്ചു കൊടുക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ വിക്രം ആ കസേരയിലിരിക്കുന്നത്. അതിനുശേഷം കാർത്തിക അടുത്ത് പറയുന്നുണ്ട്, മോളെ ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മോള് അന്ന് അമ്പലത്തിൽ പോയപ്പോൾ പെൺപിള്ളേരുടെ കാല് കഴുകാൻ എന്നോട് പറഞ്ഞിരുന്നല്ലോ, ശരിക്കും അന്നെൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുമായിരുന്നു. എൻ്റെ പെൺമക്കളെയായിരുന്നു ഞാൻ ആ സമയത്ത് ആലോചിച്ചത്, എന്നെ തള്ളിക്കളഞ്ഞു പോയ എൻ്റെ പെൺമക്കളെ. പക്ഷെ ഇപ്പോഴും എനിക്ക് അവരുടെ ദേഷ്യമൊന്നും ഇല്ല കേട്ടോ, എനിക്ക് അവരുടെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. വല്ലാത്ത വിഷമം മോളെ, ഞാൻ പുറത്തോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുവാണ്. എൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പൊട്ടിച്ചിരിക്കുക കേട്ടോ. അയ്യോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അതെല്ലാം തന്നെ അവിടെ ക്യാമറയിൽ കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നത്, എടോ തൻ്റെ അഭിനയമൊക്കെ കൊള്ളാടോ, താനിപ്പോൾ പുറത്ത് പോയിട്ട് ഇരുന്ന് ചിരിക്കുമായിരിക്കും, എല്ലാം ക്യാമറയിൽ വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകാശിന് ഈ ഫോട്ടോയൊക്കെ ആദ്യം അയച്ചു കൊടുക്കുന്നത് കിരണിനെയാണ് കേട്ടോ. അപ്പോൾ കിരണാണ് ഈ ഫോട്ടോസ് ആദ്യം കാണുന്നത്. അങ്ങനെ ആ ഫോട്ടോസ് ആദ്യം കാണുമ്പോൾ തന്നെ കിരൺ ഒന്ന് ഞെട്ടുക കേട്ടോ. കിരൺ ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് രതീഷ് വരുന്നുണ്ട്. സാറേ, ഇത് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കവറൊക്കെ ആയിട്ട് വരിക. രതീഷ് ആ കവറൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് വന്നേ എന്ന് പറഞ്ഞാൽ കൂട്ടം കാണിച്ചിട്ടെന്ന് പറയാണ്. അങ്ങനെ രതീഷ് ആ കവറൊക്കെ ഓഫീസിൽ വെച്ചിട്ട് എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ, ഈ ഫോട്ടോസ് നോക്കി എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ ഇരിക്കുന്ന ഫോട്ടോസ് കാണിച്ചു കൊടുക്കാൻ, അയ്യേ ഇവനെന്താ ഇവിടെ ഇരിക്കണത്, അതെ പുതിയ കമ്പനി വാങ്ങിച്ചത് ഞാൻ പറഞ്ഞില്ലേ കാർത്തിക, അതിൽ MD ഇപ്പോൾ വിക്രമാണ്. ഈ പെൺകൊച്ചിനെ എന്ത് പറ്റി സാറേ, ഇവൾ ഇത്ര മണ്ടിയാണോ,
അവള് നമ്മുടെ വിക്രത്തിനേക്കാളും വലിയ ഫ്രോഡാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് രതീഷേ, നമ്മളിനി കൺസ്ട്രക്ഷൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം കാർത്തിക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല ബ്രില്യൻ്റ് അവള്. പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പനിയായിട്ട് മോളിൽ കയറി പോകാൻ എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതൊക്കെ നമുക്ക് നോക്കാം സർ, അതൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാം എന്ന് രതീഷ് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഫോട്ടോ അയാൾ എല്ലാവർക്കും അയച്ചിട്ടുണ്ടാവും എന്ന് കിരൺ പറയുമ്പോഴേക്കും രതീഷ് പറയുന്നുണ്ട്, അയച്ചിട്ടുണ്ടാവുക മാത്രമല്ല സർ, ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലെക്സ് എടുത്തിട്ട് വലിയ ഫ്ലെക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ സാറിൻ്റെ വീടിന് മുമ്പിൽ വെക്കാനും ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. സാർ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് രതീഷ് പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുൽ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് സരയു വരുന്നുണ്ട്. അച്ഛൻ കുറെ ആയാലോ പറയണത് കിരണിനെയും കല്യാണിനെയും വേർതിരിക്കാന്ന്, എന്നിട്ട് എന്തെങ്കിലും നടന്നോ എന്ന് പറയുമ്പോൾ അതിന് വേണ്ടി ഞാൻ നല്ല പണം ഇറക്കിയിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരുടെ ഇടയിലേക്ക്. എന്തെങ്കിലും നടന്നാൽ മതി, അതിന് ഒരുപാട് പണം ഞാൻ മുടക്കിയിട്ടുണ്ട്, ഇതിനേക്ക് എൻ്റെ അക്കൗണ്ടിന് പൈസ ചെലവായിക്കൊണ്ടിരിക്കുന്നത് എന്ന് രാഹുൽ പറയുമ്പോൾ, ഇതിനു വേണ്ടി എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം, എൻ്റെ ലോക്കറിൽ കിടക്കണം ആഭരണങ്ങളും മുഴുവനും തരാം, അവർ രണ്ടിനെ വേർപെടുത്തിയാൽ മാത്രം മതി എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട്, അത് എനിക്കും ആഗ്രഹമുണ്ട് മോളെ, അവരെ വേർപെടുത്തിയാൽ മാത്രമല്ലേ മോൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? അതെ, എനിക്ക് രൂപക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ, നിന്നെയും കിരണിനെയും ഒന്നാക്കണമെന്ന്. കല്യാണിയും കിരണും വേർപെട്ട് കഴിഞ്ഞാൽ നിനക്കും കിരണിനും ഒന്നാവാലോ. ദേ, അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് രാഹുലിന്റെ കഴുത്തിനെ കയറി പിടിക്കുക കേട്ടോ നമ്മുടെ സരയു. അതിനുശേഷം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മനുവേട്ടനെക്കാളും വലുതല്ല ഈ ലോകത്ത് ഒരു പുരുഷനും. ഞാൻ കുറച്ച് കഴിഞ്ഞാലേ എൻ്റെ മനുവേട്ടൻ്റെ കൂടെ തന്നെ അമേരിക്കയിലേക്ക് പോകും. നീ അമേരിക്ക കാണുപോലുമില്ല, നിനക്ക് അമേരിക്ക കാണാം വല്ല ഭൂപടത്തിലോ അല്ലെങ്കിൽ വല്ല ഫോണിലോ ഗൂഗിളിലോ ഒക്കെ കാണാം, അല്ലാണ്ട് ഒരിക്കലും നിനക്ക് അമേരിക്ക കാണാൻ പറ്റില്ല എന്ന് പറയാണ്. ദേ അവർ രണ്ടിനും വേർപെടുത്താൻ വേണ്ടി എത്ര പൈസ വേണമെങ്കിലും താൻ തരാം, പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് എന്നെ കയറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. മനുവേട്ടനല്ലാതെ വേറൊരാൾ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോകുക കേട്ടോ. സരയു പോയി കഴിയുമ്പോഴേക്കും രാഹുൽ മനസ്സ് വിചാരിക്കുകയാണ്, എൻ്റെ ഭഗവാനെ, എൻ്റെ ഈശ്വര, എൻ്റെ മോൾ എത്രമാത്രം ആ ഫ്രോഡിനെ സ്നേഹിക്കണത്, എൻ്റെ മോളെ അതുപോലെ തന്നെ എന്നെ അനന്തരവനെ ഒന്നാക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് രാഹുൽ അങ്ങനെ നിൽക്കുക കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ പുതിയ ഹിരണിന്റെ കമ്പനിയിലേക്ക് ആ ക്രിസ്റ്റി എന്ന് പറഞ്ഞ പെണ്ണ് വരുന്നതാണ് കാണിക്കുന്നത്. ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നത്. ആ പെണ്ണ് അങ്ങനെ വരുന്ന കാണുമ്പോഴേക്കും ആ സെക്യൂരിറ്റി മനസ്സിൽ വിചാരിക്കുകയാണ്, ഏതോ മദാമയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ വിചാരിക്കുക കേട്ടോ. അപ്പോഴേക്കും ആ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സെക്യൂരിറ്റി ചോദിക്കണ്ടേ, ഇതല്ലേ RS കൺസ്ട്രക്ഷൻ? അതെ, ആരാ മനസ്സിലായെന്ന് പറയുമ്പോൾ, ഞാനിവിടെ പുതിയ ഇന്റർവ്യൂവിന് വന്നതാ എന്ന് പറയുമ്പോഴേക്കും, ഓ അകത്തേക്ക് പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ ആ പെണ്ണ് അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ രതീഷ് ആട്ടോ ആദ്യം മുമ്പിലിരിക്കുന്നത്. രതീഷിന്റെ അടുത്തേക്ക് വരുവാണ്. രതീഷ്, ആരാ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ആ ഇന്റർവ്യൂ ലെറ്റർ രതീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. രതീഷ് അത് വായിച്ചതിന് ശേഷം നമ്മുടെ അപ്പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ മേഘനയായിട്ട് ആ ലെറ്റർ വായിക്കണത്, ഓ ഇന്റർവ്യൂവിന് വന്നതാണല്ലേ, വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് കിരണിന്റെ റൂമിലേക്ക് കയറി പോകുവാട്ടോ. ആ സമയത്ത് നമ്മുടെ രതീഷിന്റെ അടുത്തേക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. ആരാ സാറേ ആ പുതിയ പെണ്ണ് എന്ന് പറയുമ്പോഴേക്കും, അത് ഇന്റർവ്യൂവിന് വന്നതാന്ന് പറഞ്ഞത്. ഓ ഇന്റർവ്യൂവിന് വരുമ്പോ ഒരു മയത്തിലൊക്കെ വരണ്ടേ, ഇത് എന്തോ കോലത്തിലാ വന്നിരിക്കണെന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ആവട്ടെ എന്ന് രതീഷ് പറയാണ്. അതിനുശേഷം നമ്മുടെ മേഘന അകത്തേക്ക് വരുന്നുണ്ട് കിരണിന്റെ അടുത്തേക്ക്. കിരൺ സാർ, ആ പുതിയ അപ്പോയിന്റ്മെന്റ് ഇല്ലേ, അവര് വന്നിട്ടുണ്ട്, വരാൻ പറയൂ എന്ന് പറയാണ്. അങ്ങനെ ക്രിസ്റ്റി അകത്തേക്ക് വരുവാട്ടോ. ക്രിസ്റ്റി കിരണിനെ കാണുമ്പോൾ തന്നെ വല്ലാതെ ചിരിക്കുന്നുണ്ട്. കിരണും ചിരിക്കുന്നുണ്ട്. വരും, ഇരിക്കൂ എന്ന് പറയാണ്. ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? കൊണ്ടുവന്നിട്ടുണ്ട് സർ, എല്ലാ സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കിരണിന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കുവാട്ടോ. കിരൺ പെട്ടെന്ന് ക്രിസ്റ്റിയുടെ മുഖത്ത് നോക്കുമ്പോൾ ക്രിസ്റ്റി ആണെങ്കിൽ കിരണിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് ആർത്തിയോട് കൂടി തന്നെ നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.